ഭഗവാനെ കൊണ്ട് എന്ത് സത്യമിട്ടാലും അതിലൊരു സാക്ഷി സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായിരിക്കും. അത് സത്യസന്ധമായി മാത്രം സത്യം ചെയ്യുക. ആദിമ പുരുഷനായിട്ടുള്ള നാരായണനായിട്ടുള്ള നമ്മുടെ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ഓരോ ഭക്തന്റെ ഹൃദയത്തിലും ഭഗവാൻ എന്നും കുടികൊള്ളുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ സാക്ഷ്യം വഹിച്ചൊരു കഥ കേട്ടാലോ? ഗുരുവായൂരിന് സമീപം 2 സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു. ഒരാൾ ധനികനും മറ്റുള്ള ഒരാൾ സാധാരണക്കാരനും. ഒരു ദിവസം ധനികൻ കടുത്ത സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ടു. സുഹൃത്ത് തന്റെ കൈവശമുള്ള ചെറിയ സ്വത്ത് വിറ്റ് അവനെ സഹായിച്ചു. അതായത് സാധാരണക്കാരനായിട്ടുള്ള ആ ഒരു വ്യക്തി ആ ധനികന്റെ കടബാധ്യതയിൽ തന്റെ സ്വത്ത് വിറ്റ് അദ്ദേഹത്തിനെ സഹായിച്ചു. അപ്പോൾ ആ ഒരു ധനികൻ പറഞ്ഞു, ഈ കടം ഞാൻ തിരികെ നൽകും, ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി വാക്ക് കൊടുക്കുകയാണ്. കാലം അങ്ങനെ കടന്നുപോയി. ധനികന്റെ സ്ഥിതി മെച്ചപ്പെട്ടു. പക്ഷേ കടം തിരികെ നൽകാൻ അവൻ വിസമ്മതിച്ചു. അദ്ദേഹം കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഈ ഒരു സാധാരണക്കാരനോട് പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന്. ആ വാക്കുകൾ നിഷേധിക്കുകയും ചെയ്തു. സാധാരണക്കാരൻ വേദനിച്ചു. ഗ്രാമത്തിലെ മൂപ്പന്മാരുടെ മുന്നിൽ വിഷയമെത്തി. അവര് ഈ ഒരു സാധാരണക്കാരനോട് ചോദിച്ചു, ഈ ഒരു വാക്കിന് സാക്ഷി ആരാണ്? അപ്പോൾ ഈ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, അത് നമ്മുടെ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയാണ് എന്നോട് അവന് വാക്ക് പറഞ്ഞത്. എല്ലാവരും ചിരിച്ചു. ദൈവം വന്ന് സാക്ഷ്യം പറയുവോ എന്ന് പരിഹസിച്ചു. വേദനയോടെ ആ മനുഷ്യൻ ഗുരുവായൂരിലെത്തി സന്നിധിയിൽ വീണ് കരഞ്ഞു. കണ്ണാ, നീയല്ലേ സാക്ഷി, സത്യം വെളിപ്പെടുത്തണേ. അന്ന് രാത്രിയിൽ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായിട്ടുള്ള സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ശംഖ് ചക്ര ഗദാ പത്മവുമായി അദ്ദേഹത്തിന് സ്വപ്നത്തിൽ വന്ന് ഒരു കാര്യം ചോദിച്ചു. നീ എന്റെ സന്നിധിയിൽ വന്ന് പറഞ്ഞ വാക്ക് മറക്കരുത്, സത്യം നിഷേധിക്കരുത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഞെട്ടി ഉണർന്നു. അടുത്ത ദിവസം രാവിലെ ധനികൻ ഗ്രാമത്തിൽ വന്ന് എല്ലാം സമ്മതിച്ചു. കടം തിരികെ നൽകി. സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞു. ഗ്രാമത്തിൽ മൂപ്പന്മാർ പറഞ്ഞു, അതെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ പേടിക്കാനില്ല, ഭഗവാൻ എല്ലാം നോക്കിക്കോളും. ഈ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നത് സത്യം മറയ്ക്കാൻ കഴിയില്ല. ഭഗവാൻ സാക്ഷിയായി പറയുന്ന വാക്ക് പാലിക്കണം. നമ്മൾ ഭഗവാനെ